Hello friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4-5 വലിയ സവോള അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങാപ്പാൽ. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ക്ലീൻ ചെയ്ത് വെച്ച കൊഞ്ചിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്തരച്ച പേസ്റ്റ് 1 ടീസ്പൂൺ. 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് റൈസ് വെക്കാം. ഞാൻ 2 വലിയ കപ്പ് റൈസാണ് വെക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയും 1 വലിയ ടീസ്പൂൺ എണ്ണയും ചേർത്താണ് വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്ന ചോറായതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 1/4 വേഗമാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കണം. ആ ബാലൻസ് എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള സവോള കൂടെ വഴറ്റിയെടുക്കാം. അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സവോളയുടെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. ഇത് വഴറ്റിയെടുക്കാനാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട അതിനകത്ത്. ആദ്യം ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴേക്കും അതിനകത്തുനിന്ന് ഒരുപാട് വെള്ളം ഊറി വരും. ആ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് തുറന്ന് വെച്ച് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ വഴറ്റി വെച്ച സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആൾറെഡി ചേർത്തിട്ടുണ്ട്. പാതിയാണ് ചേർത്തേക്കുന്നത്. ബാക്കി പാതി കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി മസാല തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ റൈസാണ്. 1/4 വേഗമാകുമ്പോൾ മാറ്റിവെച്ച റൈസാണിത്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗീയും ചേർക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പകുതി ചോറ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മല്ലിയില, പുതിനയില എന്നിവയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെമ്മീൻ മസാല ഫുള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാലൻസ് ചോറ് ഫുള്ള് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, മറക്കല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന നെയ്യ്, കിസ്മിസ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, മല്ലിയില, പുതിനയില എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബിരിയാണി എസൻസ് നമുക്കൊരു 4-5 ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബിരിയാണി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ബിരിയാണി നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ സലാഡും പപ്പടവും അച്ചാറും പിന്നെ മല്ലിയില ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നിടം